ലോക ഹൃദയ ദിനത്തിൽ ഇന്ന് ഏറ്റവും അനുയോജ്യനായ ഒരു ഡോക്ടറെയാണ് നമുക്ക് ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ പ്രതാപ് കുമാർ, ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, MD ആൻഡ് ചെയർമാൻ ഓഫ് മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ വേൾഡ് ഹാർട്ട് ഡേ ആണ്. അപ്പോൾ ഈ ഹാർട്ട് ഡേയിൽ എന്താണ് ഏറ്റവും നല്ല ഒരു ഹൃദയം നമുക്ക് എന്നും കൊണ്ടുപോകാൻ, എന്നും അതുപോലെ തന്നെ സൂക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. രോഗിയായ ശേഷം എന്തു ചെയ്താലും അതിൽ അപാകതകൾ വന്നേക്കാം. ചികിത്സയിലും അതിനുശേഷമുള്ള കാര്യങ്ങളിലും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം എന്ന് തന്നെയാണ് ഇപ്രാവശ്യത്തെ വേൾഡ് ഹാർട്ട് അസോസിയേഷൻ നമുക്ക് തരുന്ന സൂചനകൾ. ഡോണ്ട് മിസ് എ ബീറ്റ്. ദാറ്റ് മീൻസ് ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൻ്റെ ഇരിപ്പ് പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമ്മൾ ചില ശ്രമങ്ങൾ നടത്തണം എന്നുള്ള സൂചനയാണ് ഈ വർഷത്തെ ലോക ഹൃദയ ദിനത്തിൽ നമുക്ക് തരുന്ന സൂചനകൾ. ആരോഗ്യമുള്ളൊരു ഹൃദയം അത് എപ്പോഴാണ് ഇങ്ങനെ വീക്കായി പോകാനുള്ള ചാൻസ് നമുക്ക് ഉണ്ടാവുന്നത്? പല കാരണങ്ങൾ വരാം. ഒരാളിൻ്റെ ഹൃദയത്തിൽ 4 അറകളാണ്. പ്രത്യേകിച്ച് ഇടത് ലെഫ്റ്റ് വെൻട്രിക്കിളിലെ മാംസപേശികൾക്കുണ്ടാകാവുന്ന തകരാറുകളാണ് പ്രധാനമായും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുക. അവിടെയാണ് നമ്മൾ ഹൃദയം വീക്കായി എന്ന് പറയുന്നത്. മാംസപേശികൾക്ക് തകരാറ് വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മാംസപേശികൾ തന്നെ തകരാറിലെത്തണം. അതിന് നമ്മൾ മയോകാർഡൈറ്റിസ് അല്ലെങ്കിൽ കാർഡിയോമയോപ്പതി എന്ന രോഗങ്ങൾ. 2, മാംസപേശികൾ രക്തധമനികളിൽ രക്തം എത്തിക്കാൻ പറ്റാവുന്ന അവസ്ഥ. അപ്പോൾ ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ അടവുകൾ പോലും ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദയ രക്തധമനികളുടെ ബ്ലോക്കുകൾ, അതിനെയാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി തുടങ്ങിയ ചികിത്സകൾ. പിന്നെ പറ്റുന്നത് ഹൃദയത്തിൻ്റെ ആവരണമായ പെരികാർഡിയത്തിലുള്ള അസുഖങ്ങൾ. അങ്ങനെ പിന്നെ നമ്മൾ ഈ 4 അറകളെയും തമ്മിൽ ബന്ധിക്കുന്ന വാൽവുകൾ, അതിൻ്റെ തകരാറുകളും ഹൃദയരോഗങ്ങൾ എത്തിക്കാവുന്ന കാരണം. ഡോക്ടർ, ഹൃദ്രോഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൃദ്രോഗ ചികിത്സയിൽ ഡോക്ടർ മെഡിട്രീന ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ സാധാരണഗതിയിൽ മെഡിട്രീന സ്റ്റാർട്ട് ചെയ്തത് ഒരു SIH അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യമുണ്ട്. ഹൃദ്രോഗ വിഭാഗം അത്ര നന്നായിട്ടല്ല ചെയ്യുന്നെങ്കിൽ നമ്മൾ അവിടെ പോയി ആ വിഭാഗം ഏറ്റെടുത്ത് നടക്കുകയും ചെയ്തു. ഇന്ന് 2025 കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ഏകദേശം 10ഓളം ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ 3, ഒരെണ്ണം ജംഷഡ്പൂരിൽ. ഇത് കൂടാതെ നമ്മൾ 6 ചികിത്സാ കേന്ദ്രങ്ങൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് 5 ഇന്ത്യയിലും, ഒരെണ്ണം ഇന്ത്യക്ക് പുറത്ത്. ഒരെണ്ണം മാൽദീവ്സിൽ കാർഡിയക് സെൻറ്റർ നടത്തുന്നു. ഹരിയാനയിൽ 4, ഉത്തരാഞ്ചലിൽ ഒരെണ്ണം. അപ്പം ഇതെല്ലാം സർക്കാരുമായി ചേരുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ ഹൃദ്രോഗ ചികിത്സ വിത്ത് കാത്ത് ലാബിൻ്റെ സൗകര്യത്തോടെ ഡോക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്ത് മെഷീനറീസ് സിസ്റ്റവും അവൈലബിൾ ആക്കി ചികിത്സ സാധാരണ ജനങ്ങളിൽ സർക്കാർ അനുഷ്ഠിക്കുന്ന കോസ്റ്റിൽ ചെയ്തു കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സർ, ഒരു 27 വർഷമായി ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുമോ? ഒരുപാട്. നമ്മളിപ്പം ഹൃദ്രോഗ ചികിത്സയുടെ ഭാഗത്താണെങ്കിൽ ഞാൻ 1997 മുതൽ 2001 വരെ വെറും ഈ ആൻജിയോപ്ലാസ്റ്റി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ചികിത്സാ രീതിയായിരുന്നു. കൊല്ലത്ത് ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായിരുന്നു. അന്ന് ഈ കാത്ത് ലാബ് സൗകര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതുപോലത്തെ ഒരു കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പം അത് സാറ്റിസ്ഫൈഡായി വേണമെങ്കിൽ എനിക്ക് ഇന്നും അത് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അതല്ല ചെയ്തത്. 2001 ആയപ്പോൾ ചികിത്സയിൽ ഇത് മാത്രം പോരാ, അടുത്ത തലത്തിലെത്തണം എന്നുള്ള നിർബന്ധത്തിൽ ഞാൻ ഇറ്റലിയിൽ ടൊറീനോ യൂണിവേഴ്സിറ്റിയിൽ 2001 മുതൽ 2002 വരെ ഫെലോഷിപ്പ് ചെയ്യാൻ പോയി. അവിടെ നിന്ന് നേടിയ ഈ വൈദഗ്ധ്യമാണ് എനിക്ക് അതിസങ്കീർണ ബലൂൺ ശസ്ത്രക്രിയയിൽ ഒരു ശരിക്കും പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ഒന്നാമത് അല്ലെങ്കിൽ ആദ്യ നിരകളിൽ കടപിടിക്കാവുന്നൊരു ഹൃദ്രോഗ വിദഗ്ധനാകാൻ പറ്റിയത്. അപ്പം ഞാൻ 2002 മുതൽ
കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ, അതിനുശേഷം പിന്നെ നമ്മൾ 2003 മുതൽ 2006 വരെ പരിയാരം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം മേധാവിയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി തന്നെ സഹകരണ സ്ഥാപനത്തിൽ, ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിൽ ആദ്യത്തെ ഹൃദ്രോഗ വിദഗ്ധൻ ഞാനാണ്. 2013 ഇന്ത്യയിൽ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ഹോസ്പിറ്റൽ ISIയിൽ ആദ്യത്തെ കാർഡിയോളജി വിഭാഗം തുടങ്ങിയത് ഞാനാണ്. ഈ 2017 ഇന്ത്യയിൽ 4 സിവിൽ ഹോസ്പിറ്റലുകൾ, അത് ഹരിയാനയിലെ 4 സിവിൽ ഹോസ്പിറ്റലിൽ പൊതുജന അല്ലെങ്കിൽ പൊതു സർക്കാർ പങ്കാളിത്തത്തോടെ അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ സഹായത്തോടെ 4 ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങി. അപ്പോൾ സാധാരണ ജനങ്ങളിൽ ചികിത്സ എത്തിക്കുക. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്, ചികിത്സ സാധാരണ ജനങ്ങൾ എത്തിക്കുന്നത് വഴി അത്രത്തോളം ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് യഥാസമയം ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഹൃദ്രോഗ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ചികിത്സ നമ്മൾ പറഞ്ഞില്ലേ, യു ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ചികിത്സ കൃത്യമായ സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ചികിത്സ കൊടുത്തുകൊണ്ട് കാര്യമില്ല, കൊടുക്കേണ്ടത് വിശക്കുമ്പോൾ ആഹാരം കൊടുക്കണം. അത് എത്തിക്കാനായിട്ട് പലപ്പോഴും കൊച്ചു കൊച്ചു റിമോട്ട് സ്ഥലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ കോട്ടയത്തും ഇടുക്കിയിലും കണ്ണൂരിലും ആദ്യമായി ആൻജിയോപ്ലാസ്റ്റി സൗകര്യം തുടങ്ങിയത് ഞാനാണ്. അപ്പം നമ്മൾ പല കാര്യങ്ങളും ആദ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിനെ ഫോളോ ചെയ്ത് പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ചികിത്സാ രീതി അവിടം വരെ എത്തിക്കുന്നു. ഇത് എൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തത്, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയിൽ ഈ അതിസങ്കീർണ ബലൂൺ ശസ്ത്രക്രിയ, കാൽഷ്യം ബ്ലോക്കുകൾ നീക്കുക, പ്രിസിഷൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി എന്നിവയുടെ സഹായത്തോടെ രക്തധമനികളുടെ ബ്ലോക്കിൻ്റെ വ്യാപ്തി, നീളം, അതിലെ ഘടന മനസ്സിലാക്കി ആവശ്യമുള്ള സ്റ്റെൻറ്റ് നിക്ഷേപിക്കുക. മൂന്നാമത്തത്, നമ്മൾ മുമ്പേ പറഞ്ഞ കണക്കത്ത് ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ, 100% ബ്ലോക്ക് നീക്കം ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടുക. നാലാമത്തത് ലെഫ്റ്റ് മെയിൻ ആൻജിയോപ്ലാസ്റ്റി, മെയിൻ രക്തക്കുഴലിലെ ബ്ലോക്കുകളുടെ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുക. പിന്നെ ഈ ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള രോഗികളുടെ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുക. ഈ CTOയിലും ലെഫ്റ്റ് മെയിനിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ഞാൻ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിഭാഗം ആൾക്കാർ കൈവയ്ക്കാൻ പേടിക്കുന്നത് വൃക്ക രോഗികളിൽ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്നത് വേറൊരു ചോദ്യത്തിൽ ഞാനതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. അപ്പോൾ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിലൂടെ വൃക്ക രോഗികളിലെ ഹൃദ്രോഗ ചികിത്സയിലും ഒരു കൈവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വിഭാഗം, എൻ്റെ ചികിത്സയിലുള്ള നൈപുണ്യത്തിൽ ഞാൻ നേടാൻ ശ്രമിച്ച കാര്യങ്ങൾ. 3, മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഹൃദ്രോഗ വിദഗ്ധരെ പരിശീലിപ്പിക്കുന്നതിനുള്ള ശ്രമം. ജപ്പാനിൽ ജാപ്പനീസ് ക്ലബ്ബുമായി ചേർന്ന് ഇൻഡോ ജാപ്പനീസ് CTO ക്ലബ്ബ് ഞാൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അതുവഴി നമ്മൾ എല്ലാ വർഷവും 700ഓളം ഹൃദ്രോഗ വിദഗ്ധരെ 100% ബ്ലോക്ക് പരിശീലിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ മാസവും വെബിനാറുകൾ നടത്തി ഹൃദ്രോഗ ചികിത്സരെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ജർമ്മനിയിൽ ഡോക്ടർ ജെറാൾഡ് വേണറുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു CTO പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഫൗണ്ടേഷൻ ഞാൻ തുടങ്ങി കഴിഞ്ഞ വർഷം, ഇൻ്റർവെൻഷണൽ കാർഡിയോളജി റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഫൗണ്ടേഷൻ. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പല ഡോക്ടർമാരെയും അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ പരിശീലനത്തിന് വിട്ടിട്ടുണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ വർഷം തോറും നടത്തുന്ന ഫെലോസ് കോഴ്സ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ 3 രീതിയിലാണ് ഒരാളെ കാണേണ്ടത്. 1, ചികിത്സയിൽ നൈപുണ്യം വരുത്തുക. 2, ചികിത്സാ സംവിധാനങ്ങളിൽ സാധാരണ ജനങ്ങളിൽ എത്തിക്കുക. 3, ഒരു പറ്റം ഹൃദ്രോഗ വിദഗ്ധരെ ട്രെയിനിങ് കൊടുത്ത് പുതിയ തലമുറയ്ക്കും നാളത്തേക്കുമായി പരുവപ്പെടുത്തിയെടുക്കുക. ഇതെല്ലാം കൂടാതെ ഗവേഷണത്തിലൂടെ ഇന്ത്യയെ തന്നെയും ലോകത്തിൻ്റെ മാപ്പിൽ എത്തിക്കാനുള്ള ശ്രമം. ഈ 4 പ്രവൃത്തികൾ ഒരേ സമയത്ത് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. സാർ, ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്നിലൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? നമ്മൾ സാധാരണഗതിയിലൊരു, നമ്മളിപ്പോൾ ഞാനീ പറയുന്നത് ഒരു മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ മാനേജിങ് ഡയറക്ടർ, ചെയർമാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഞാനിതെല്ലാം ചെയ്യുമ്പോഴും ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുക. ഞാൻ പണ്ടൊരിക്കൽ
ഒരു ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടാണ് മെഡിറ്റേറിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ മാനേജിൻ്റെ പാർട്ട്ണർ എന്നെ വിളിച്ചിട്ടൊരു ഒരു അഡ്വൈസ് തന്ന് ഞാൻ അവിടെ നിന്ന് വിടാൻ നേരം. ഡോക്ടർ പ്രതാപ്, നിങ്ങൾ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിനൊക്കെ മിടുക്കനായിരിക്കും, പക്ഷേ ഈ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ അത്ര ഒരു ചെറിയ കളിയല്ല. ആ കളിയിൽ കൈവയ്ക്കുമ്പം തീ കളിയാണ്, അത് പൊള്ളും. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനം നടത്തുന്നത് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ജോലി ചെയ്യുന്നത് എളുപ്പമാണ്. നമ്മളുടെ അടുത്ത് പറയുക ഞാനൊരു എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുകയാണ്, ഒരു അക്കൗണ്ടൻ്റ് മുമ്പിൽ കണക്കെഴുതുകയാണ്. പക്ഷെ കണക്ക് കൊടുത്ത് ആ സ്ഥാപനത്തിൽ അത് നടത്തിക്കൊണ്ട് പോകുന്നത് എളുപ്പമല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചായി തോന്നിയിട്ടുള്ളത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിനകത്തല്ല, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നില്ല, നടത്തുന്നത് ഭയങ്കര ഒരു ടെൻഷൻ ഗെയിമാണ്. അതിൽ ചുക്കാൻ പിടിക്കുന്നത് എൻ്റെ സഹധർമ്മിണിയായ ഡോക്ടർ മഞ്ജുവാണ്. പുള്ളിക്കാരി പത്തോളജിസ്റ്റ് ആയിരുന്നു, പക്ഷേ എങ്കിലും ഈ പത്തോളജി എന്ന പ്രൊഫഷൻ വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഫുൾ ടൈം അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പം എനിക്ക് പോലും ഇപ്പം ഭയം ആരെടുത്താന്ന് ചോദിച്ചാൽ ഈ സഹധർമ്മിയുടെ അടുത്താണ്. അപ്പം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇത് പറ്റില്ല, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്ക് ചെയ്യുന്ന, എനിക്ക് ഈ ചാരിറ്റിയും ക്വാളിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മൾ ചാരിറ്റിയും ക്വാളിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊരിക്കൽ എൻ്റെ മകൻ എൻ്റെ അടുത്തൊരിക്കൽ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നപ്പോൾ അച്ഛ, ഈ സാരിക്ക് വില 42,000, ഇത് 12,000, ഇതിന് 8,000, ഇതിന് 7,000, ഇതിലേതായിരിക്കും ഏറ്റവും നല്ലത്, ക്വാളിറ്റി ഉള്ളത്? ഞാൻ പറഞ്ഞു 42,000. 4,000-ൻ്റെയോ? പക്ഷേ ഇത് കൈത്തറിയിൽ നല്ലൊരു സാധനമാണ്, അച്ഛൻ എന്ത് പറയുന്നു? ക്വാളിറ്റി എങ്ങനെ ഇരിക്കും? കുഴപ്പമില്ലായിരിക്കും. അപ്പം അവൻ എൻ്റെ അടുത്ത് തന്നെ അവനന്ന് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പം അവൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടുള്ള ശീലം കൊണ്ടായിരിക്കും പറഞ്ഞത്. അച്ഛാ, അപ്പം 42,000 എത്ര ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ മുന്നിൽ ഈ 42,000 ഏറ്റവും ക്വാളിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അപ്പം ക്വാളിറ്റിയെ എപ്പോഴും ആൾക്കാർ ഇക്വേറ്റ് ചെയ്യുന്നത് മണി സ്പെൻഡാണ്. വില കൂടിയ സാധനങ്ങൾ എത്ര മോശമാണെങ്കിലും കൊള്ളാമെന്ന് പറയും. അപ്പം നമ്മൾ ഭയങ്കര കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ഒരു നല്ല ഡോക്ടർ ഇല്ലെങ്കിലും ആൾക്കാരവിടെ പോകും. അവർക്ക് വിചാരം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോയി ചികിത്സിച്ചിട്ട് മരിച്ചു എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. ചിലപ്പോൾ ജില്ലാ ആശുപത്രിയിലൊക്കെ നന്നായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറെ കളഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ പോയി ഹൗസ് സർജനെ കൊണ്ട് ചികിത്സിപ്പിക്കും. അവൻ മെഡിക്കൽ കോളേജിലിരുന്ന് ഹൗസ് സർജൻസിയും കഴിഞ്ഞ് MD കഴിഞ്ഞ് DM കഴിഞ്ഞ് പാവപ്പെട്ടവൻ നന്നായിട്ട് ചികിത്സിക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ചവിടെ പോയി. അപ്പോൾ ഇത് ഒരു ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ ആ നെയിം ഓഫ് ദ സ്ഥാപനം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എൻ്റെ വൈഫ് എപ്പോഴും പറയുന്ന പോലെ ഈ ചാരിറ്റിയും ക്വാളിറ്റിയും ഒരുമിച്ച് പോകത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിലെ സ്വപ്നം ഈ ചാരിറ്റി ചെയ്തുകൊണ്ട് ക്വാളിറ്റി എങ്ങനെ കൊടുക്കാമെന്ന്. അത് എത്രത്തോളം എനിക്ക് പ്രാബല്യമാണെന്നല്ല, ഇന്നും ആ ഫൈറ്റ് എൻ്റെ കുടുംബത്തിൽ തുടരുകയാണ്. അവർ പറയുന്നത് ചാരിറ്റിയും ക്വാളിറ്റിയും ഒരുമിച്ച് പോകത്തില്ല, ഞാൻ പറയുന്നത് ചാരിറ്റിയും ക്വാളിറ്റിയും ഒരുമിച്ച് പോകും. അതിനൊരു ഫോർമുല കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. അത് എനിക്കറിയില്ല ഇതെങ്ങനെ എത്തണമെന്ന്. അപ്പം നമ്മൾ ഈ സ്ഥാപനങ്ങൾ, അപ്പം എൻ്റെ ചോദ്യത്തിനകത്ത് ഉത്തരം എന്ന് പറയുന്നത് ഈ സ്ഥാപനങ്ങളെല്ലാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ പുള്ളിക്കാരി ഏറ്റെടുത്തത് കൊണ്ട് എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്തിനെ ഒരിക്കൽ പോലും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 100% ബ്ലോക്ക് ചെയ്യുന്ന ഹൃദ്രോഗ വിദഗ്ധനാകാനോ, ഏറ്റവും കൂടുതൽ ഗ്ലോബലി സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ആളായി മാറാനോ, ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് മെയിൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന മനുഷ്യനാകാനോ, ഏറ്റവും കൂടുതൽ ഹൃദ്രോഗ വിദഗ്ധരെ പരിശീലിപ്പിക്കാൻ ഒരു മെഡിക്കൽ കോളേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു പഠന സൗകര്യത്തിൻ്റെയോ അല്ലെങ്കിൽ പഠന ചികിത്സാ കേന്ദ്രത്തിൻ്റെയോ സഹായമില്ലാതെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് ഒരു കോർപ്പറേറ്റ് ബാക്കപ്പ് ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതോ ഒരു മഞ്ജു പ്രതാപ് എന്ന സഹധർമ്മിണിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലാണെന്ന് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറയാതിരുന്നാൽ അതൊരു തെറ്റായിപ്പോയി. സാർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു സ്വപ്നം അതാണ്, ഒരു ആതുര സേവന രംഗത്ത് ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെ ഭാവി സ്വപ്നം എന്താണെന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനതാണ് ഈ പറഞ്ഞത്. നമ്മളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു ആശുപത്രിയിൽ ഒരാൾ വന്നാൽ ചികിത്സയ്ക്കായിട്ട് പൈസ ഇല്ലാതെ ഏറ്റവും നല്ല ചികിത്സ. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് രാവിലെ ചെയ്തൊരു ബലൂൺ ശസ്ത്രക്രിയ, ആ രോഗി കൊല്ലത്തും രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമായിട്ട് കഴിഞ്ഞ 1.25 മാസമായിട്ട് തപ്പി നടക്കുകയാണ്. 6 ദിവസം ഇവിടെ, 7 ദിവസം അവിടെ, 8 ദിവസം ഇവിടെ.
20% ഹൃദയത്തിൻ്റെ പ്രവർത്തനവും 3 രക്തക്കുഴലും ബ്ലോക്കുമായി. ആ മക്കൾ അവസാനം ചികിത്സ തേടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു ബ്ലോക്ക് നീക്കം ചെയ്തു. അതിന് അവിടെയൊക്കെ പോയതിൻ്റെ ഫലമായിട്ടുണ്ടായ ന്യൂമോണിയ അതെല്ലാം ഒരു വശത്തുണ്ട്. അപ്പോൾ ചികിത്സിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് കൃത്യമായ ഉപദേശം അവരുടെ മുന്നിലെത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ നമ്മളെ മുന്നിലെത്താൻ താമസിക്കുന്നത്? ചികിത്സ ഇന്നും കേരളത്തിലായാലും ഇന്ത്യയിലായാലും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിപ്രസരത്തിൽ പലപ്പോഴും സ്ഥാപനങ്ങൾ പോലും അല്ലെങ്കിൽ ചികിത്സ രീതികൾ പോലും രോഗികളെ നിശ്ചയിക്കുന്നതും സ്ഥാപനങ്ങളും ഇങ്ങനെയായി മാറുമ്പോൾ ഏറ്റവും നല്ല ചികിത്സാ വിദഗ്ധനാരെന്നോ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ എവിടെയെന്നോ എന്നല്ല ആൾക്കാർ നോക്കുന്നത്. ആൾക്കാർ നോക്കുന്നത് എൻ്റെ രാഷ്ട്രീയ ചുറ്റുപാടിലുള്ള സ്ഥാപനമേത്, എൻ്റെ മത രീതിയിലുള്ള സ്ഥാപനമേത്, എൻ്റെ പരിചയക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥാപനമേത്, എൻ്റെ അടുത്ത വീട്ടിലെ നേഴ്സ് ജോലി ചെയ്യുന്ന സ്ഥാപനമേത് എന്ന് പറഞ്ഞ് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ ഈ ക്വാളിറ്റി ഡ്രിവൺ പരിപാടികൾ ഇന്ത്യയിൽ കിട്ടുന്നില്ല. നമ്മൾ പല രോഗരാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇപ്പം വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഒരു മെഡിക്കൽ ഓഡിറ്റിംഗ് ഉണ്ട്. ഇപ്പം ഞാനിപ്പം ഒരു 100 ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഏത് തരത്തിലുള്ള ബലൂൺ ശസ്ത്രക്രിയയാണ് ചെയ്തത്, ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്, എൻ്റെ സക്സസ് റേറ്റ് എത്രയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പം നമ്മളിപ്പം സിനിമ കാണുമ്പം മോഹൻലാൽ ഏറ്റവും നല്ല നടനാണ്, മമ്മൂട്ടി നല്ല നടനാണ്, ഇവർ നല്ല നടനാണ് എന്ന് പറയാൻ നമുക്ക് അസസ് ചെയ്യാൻ വീണ്ടും വീണ്ടും അസസ് ചെയ്യാൻ ഒരു സംവിധാനമുണ്ട്. ആരോഗ്യ സംവിധാനത്തിൽ അതില്ല. കാരണം ഞാനിപ്പോൾ രോഗിയായി അല്ലെ അനീഷ രോഗിയായി വരുന്നു. അനീഷ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനെങ്ങനെ ഒന്നുകൂടി ചികിത്സിക്കുന്നത്? പറ്റത്തില്ലല്ലോ. അനീഷ മരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ചികിത്സ വേറൊരാൾ കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെയെന്ന് അസസ് ചെയ്യാൻ പറ്റില്ല. ഒരാളിൻ്റെ ചികിത്സയെ ഒരാൾക്ക് ഒരു പ്രാവശ്യം ചികിത്സിച്ചാൽ മാറ്റി വേറൊരാൾക്ക് ചികിത്സിക്കാൻ പറ്റില്ല. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സംവിധാനം ആരോഗ്യത്തിൽ കുറവാണ്. പക്ഷേ എങ്കിലും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു ഇവാലുവേഷൻ സ്കീം ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ രോഗികൾക്ക് ബെറ്റർ സംവിധാനം, ക്വാളിറ്റി ഉള്ള ചികിത്സ അവരുടെ രീതിയിൽ പ്രാപ്യമാകാവുന്ന രീതിയിൽ ചികിത്സ നേടാൻ പറ്റും. ചിലർ പോയി ആശുപത്രി കിടക്കും, എത്ര ദിവസം കിടന്നിട്ടും ആശുപത്രി കിടന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതേ ആശുപത്രി 2 ദിവസം കിടക്കും, പിന്നെ 2 മാസം കഴിഞ്ഞ് വീണ്ടും കിടക്കും. ഒരു വർഷത്തെ കൂട്ടത്തുക എടുത്ത് നോക്കിയാൽ ആദ്യം ഒരു പ്രാവശ്യം നല്ല ചികിത്സ കൊടുത്തെങ്കിൽ വർഷങ്ങളോളം ജീവിക്കാവുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നേടാൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും ആ സംവിധാനം എങ്ങനെ ഡിവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. എൻ്റെ സ്വപ്നത്തിലെ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സ, ഞാനതാണ് കാർഡിയോളജിസ്റ്റ് ആയതുകൊണ്ട് ഹൃദ്രോഗ ചികിത്സ പൂർണ്ണമായും ഏതൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ഒരു ചില്ലി കാശ് ചിലവാക്കാതെ ഏതൊരു ഇൻഷുറൻസ്, സർക്കാർ ഇൻഷുറൻസ്, TPA അല്ലെങ്കിൽ ഒരു ക്യാഷ്ലെസ് ചികിത്സ കൊടുക്കുന്ന ഒരു സംവിധാനം. പക്ഷേ എല്ലാ ചികിത്സാ രീതികളും പ്രാപ്യമാകുന്ന അവസ്ഥ, അത് ആണ് എൻ്റെ മനസ്സിലെ സ്വപ്നം. അത് എത്രത്തോളം സാധ്യമാകും എന്നൊന്നും എനിക്കറിയില്ല. ഇതിനെ ആര് ഇവാലുവേറ്റ് ചെയ്യും എന്നെനിക്കറിയില്ല. പക്ഷേ ഇതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ലോക ഹൃദയ ദിനത്തിൽ എന്ത് അഡ്വൈസാണ് സാറിന് കൊടുക്കാൻ പറ്റുന്നത് ഈ ലോകത്തോട്? ഈ ലോകത്തോടല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഹൃദയമിടിപ്പിനെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇപ്പോഴും നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള എല്ലാ വഴികളും, രക്തസമ്മർദ്ദത്തിനും ബ്ലഡ് പ്രഷറിനും തൈറോയിഡിൻ്റെ അസുഖത്തിനും കൃത്യമായി മരുന്ന് കഴിക്കുന്ന മലയാളി പലപ്പോഴും ഹൃദ്രോഗ ചികിത്സയിലെ മരുന്നിൽ ഒന്ന് അറയ്ക്കും. ഇത് വേണ്ട, ഞാൻ കുറച്ചു കാലം കഴിച്ചില്ലേ. രണ്ടാമത്തത്, ചുമ്മാതെ പോയി ലാബിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ ലാബിൽ കൊച്ചു നോക്കുന്ന BP-യും കൊളസ്ട്രോളും നോക്കിയിട്ട് ഇത് നോർമലാണ് എന്ന് വിചാരിക്കുന്ന മലയാളി, ഗൂഗിൾ ഡോക്ടറെ മാത്രം ആശ്രയിക്കുന്ന മലയാളി, ഇതാവരുത്. ഒരു നല്ല ഡോക്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യ പരിപാലന രംഗത്തിൽ നിങ്ങളുടെ
ശരീരത്തിൻ്റെ അവസ്ഥ അല്ലെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ശ്രമവും രോഗം വരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടെത്താനുള്ള ശ്രമവും നടത്തി ഒരു നല്ല ഹൃദയത്തെ സമ്മാനിക്കുക മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും നിങ്ങളൊരു അത്താണിയായി മാറുകയും ഉപദേശിക്കാനും പറ്റുന്നൊരവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ വേൾഡ് ഹാർട്ട് ഡേയിൽ സാറിനെ നമ്മളോടൊപ്പം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്.